എനിക്ക് ഒന്നും ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെ അക്ബർ പോരേണ്ടതല്ലായിരുന്നു. അക്ബറിനേക്കാൾ വോട്ട് കുറവല്ലോ ബാക്കിയുള്ളത്. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? പറ്റും. അങ്ങനെ പറയല്ല. അക്ബർ ഇതിന് മുന്നേ റിയാലിറ്റി ഷോ ചെയ്ത ഒരാളാണ്. അതെ, സെയിം പാറ്റേൺ, വോട്ട് കുത്തി ജയിപ്പിക്കുന്ന പരിപാടി. അതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ 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 നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഇപ്പൊ അനുമോളുടെ ORM എന്താ പറഞ്ഞേ? അനുമോൾ ഒരു ഫെയിം ഫേസ് ആണ്, റിയാലിറ്റി ഷോ ചെയ്ത ഒരാളാണ്, 1 million അബോ പേജ് ഉണ്ട്. അക്ബർ ഇതേപോലെ ഇപ്പൊ ഷോ ചെയ്ത ഒരാളാ. വോട്ടിംഗ് തന്നെയായിരുന്നു അവിടുത്തെ ക്രൈറ്റീരിയ. അവിടെ ഇതേ റിയാലിറ്റി ഷോ ആണ്, അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. അതിന്ന് അക്ബർ തന്നെ വീട്ടിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പും പരിപാടി ഉണ്ട് എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്തുണ്ട്, ബാക്കിയുള്ളവരെ വെച്ചുമ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട്, അയാൾ നിൽക്കും. അല്ല, ഈ ഷോ ഡയറക്ടർ അക്ബറിനെ ഫേവർ ചെയ്യുന്നു. ഞാൻ പറയും, ആരാ ഷോ ഡയറക്ടർ? സർഗോക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒറ്റ ചോദ്യം, സർഗോനേക്കാ ചെറുതാണോ എന്റെ മോൾ ഷൈൻ? അല്ല. സർഗോനേക്കാ ചെറുതാണോ ഏഷ്യാനെറ്റ്? അല്ല. അല്ലല്ലോ. ഹീസ് ജസ്റ്റ് എ ഷോ ഡയറക്ടർ, ക്രിയേറ്റീവ് ഹെഡ്. സർഗോ ആണെങ്കിലും, റിയ ചേച്ചി ആണെങ്കിലും, അർജുൻ ചേട്ടനാണെങ്കിലും, അഞ്ജന നമ്പ്യാരാണെങ്കിലും, കിഷൻ സാറാണ്. കിഷൻ സാറ് ഞാൻ പറയില്ല, കിഷൻ സാറ് മുകളിലാണ്. ഈ പറഞ്ഞ ടീം ക്രിയേറ്റീവ് ഹെഡ്സ്, ഇവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു റോളും ചെയ്യാൻ പറ്റില്ല. എൻഡ് ഓഫ് ദ ഡേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായാൽ അത് ബാധിക്കുന്നത് ചാനലിനെയും ഷോനെയും പ്രൊഡക്ഷൻ സൈഡിനെയാണ്.